പരിശുദ്ധാത്മാവിൻ സംസർഗവും നിങ്ങളോടുകൂടി. കാരുണ്യം തൂകി പാവങ്ങൾക്കെല്ലാം നിത്യമാം ജീവൻ പ്രാപിപ്പാൻ സതതം നമ്മെ നയിക്കുമാറാകേണം. Amen.
കേവലം വാഴ്ത്തി നീടും ഞങ്ങൾ രക്ഷകനീശുവേ കാരുണ്യം കൂടണേ ഞങ്ങളിൽ. സത്യസ്വരൂപൻ പിതാവുതൻ നിത്യമഹിമാവിൻ തേജസ്സിൽ പാവനാത്മാവുതൻ ഐക്യത്തിൽ വാഴുന്ന ക്രിസ്തുവാമേശുവേ അങ്ങ് മാത്രം പരിപാവനൻ അങ്ങ് മാത്രം പരമോന്നതൻ ത്രിത്വൈക ദൈവമഹത്വത്തെ നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനും നിത്യനുമായ ദൈവമേ, ഞങ്ങളുടെ മാനസങ്ങളെപ്പോഴും അങ്ങേ തിരുവിഷ്ടത്തിനനുസൃതമാക്കി തീർക്കുവാനും ആത്മാർത്ഥതയോടെ മഹിമയ്ക്ക് ശുശ്രൂഷ ചെയ്യുവാനും ഞങ്ങൾക്കിടവരുത്തേണമേ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവ് അങ്ങയുടെ പുത്രനുമായ യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കേട്ടരുളീണമേ. അവൻ തന്റെ സന്തതി പരമ്പരയെ കാണുകയും
സഹോദരരെ, സ്വർഗത്തിലേക്ക് കടന്നുപോയ ശ്രേഷ്ഠനായ പ്രധാന കുടുംബത്തെ ദൈവപുത്രനായ യേശു നമുക്കുള്ളതുകൊണ്ട് നമ്മുടെ വിശ്വാസത്തെ നമുക്ക് മുറുകെ പിടിക്കാം. നമ്മുടെ ബലഹീനതകളിൽ നമ്മോടൊപ്പം സഹകരിക്കാൻ കഴിയാത്ത ഒരു പ്രധാന കുടുംബത്തിനല്ല നമുക്കുള്ളത്. പിന്നെയോ ഒരിക്കലും പാപം ചെയ്തിട്ടില്ലെങ്കിലും എല്ലാ കാര്യങ്ങളിലും നമ്മെ പോലെ തന്നെ പരീക്ഷിക്കപ്പെട്ടവനാണ് അവൻ. അതിനാൽ വേണ്ട സമയത്ത് കരുണയും കൃപാവരവും ലഭിക്കുന്നതിനായി നമുക്ക് പ്രത്യാശയോടെ കൃപാവരന്റെ സന്താനത്തെ സമീപിക്കാം. കർത്താവിന്റെ വചനം. ഹല്ലേലൂയ, ഹല്ലേലൂയ. മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത് ശുശ്രൂഷിക്കപ്പെടാനല്ല, ശുശ്രൂഷിക്കാനും സ്വന്തം ജീവൻ അനേകർക്ക് വേണ്ടി മോചനം തീരുമാനം നൽകാനും അത്രേ. ഹല്ലേലൂയ. കർത്താവ് നിങ്ങളോട് കൂടെ. മർക്കോസ് എഴുതിയ വിശുദ്ധ സുവിശേഷത്തിൽ നിന്ന്. അക്കാലത്ത് സബദീപുത്രന്മാരായ യാക്കോബും യോഹന്നാനും യേശുവിനെ സമീപിച്ച് അപേക്ഷിച്ചു, ഗുരു, ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നതെന്തോ ഞങ്ങൾക്ക് ചെയ്തു തരണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അവൻ ചോദിച്ചു, നിങ്ങൾക്ക് വേണ്ടി ഞാൻ എന്ത് ചെയ്യണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? അവർ പറഞ്ഞു, അങ്ങയുടെ മഹത്വത്തിൽ ഞങ്ങളിൽ ഒരാൾ അങ്ങയുടെ വലതുവശത്തും മറ്റേയാൾ ഇടതുവശത്തും ഉപവിഷ്ടരാകുവാൻ അനുവദിക്കണമേ. യേശു പ്രതിവചിച്ചു, നിങ്ങൾ ആവശ്യപ്പെടുന്നത് എന്താണെന്ന് നിങ്ങൾ അറിയുന്നില്ല. ഞാൻ കുടിക്കുന്ന പാനപാത്രം കുടിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുമോ? ഞാൻ സ്വീകരിക്കുന്ന സ്നാനം സ്വീകരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുമോ? അവർ മറുപടി പറഞ്ഞു, ഞാൻ കുടിക്കുന്ന പാനപാത്രം നിങ്ങൾ കുടിക്കും, ഞാൻ സ്വീകരിക്കുന്ന സ്നാനം നിങ്ങൾ സ്വീകരിക്കും. എന്നാൽ എൻ്റെ വലത്തുവശത്തോ ഇടത്തുവശത്തോ ഇരിക്കുവാനുള്ളവരും തരേണ്ടത് ഞാനല്ല, അതാർക്കു വേണ്ടി സജ്ജമാക്കപ്പെട്ടിരിക്കുന്നുവോ അവർക്കുള്ളതാണ്. ഇത് കേട്ടപ്പോൾ ബാക്കി 10 പേർക്ക് യാക്കോബിനോടും യോഹന്നാനോടും അമർഷം തോന്നി. കർത്താവിന്റെ സുവിശേഷ വചനങ്ങൾ നമ്മുടെ പാപങ്ങൾ നീക്കം ചെയ്യുമാറാകട്ടെ. ഈശോയിൽ സ്നേഹമുള്ളവരെ, 2021 ഒക്ടോബർ 24-ാം തീയതി ഞായറാഴ്ച നാം ആഗോള കത്തോലിക്ക സഭയോട് ഒത്ത് മിഷൻ ഞായർ ആചരിക്കുകയാണ്. നേരത്തെ എക്ലേസിയാസ്റ്റിക്കൽ കലണ്ടറിൽ ഒക്ടോബർ 17 എന്ന് രേഖപ്പെടുത്തിയിരുന്നു എങ്കിലും പിന്നീട് ഒക്ടോബർ 24 ആണ് മിഷൻ ഞായർ എന്ന് റോമിൽ നിന്ന് അറിയിപ്പ് ലഭിക്കുകയുണ്ടായി. നിങ്ങൾ ലോകമെങ്ങും പോയി സുവിശേഷം പ്രസംഗിക്കുവിനെന്ന യേശുവിന്റെ ആഹ്വാനം ഹൃദയത്തിൽ സ്വീകരിച്ചുകൊണ്ട് ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ പ്രേക്ഷിത പ്രവർത്തനങ്ങളിൽ വ്യാപൃതരായിരിക്കുന്ന എല്ലാ മിഷണറിമാരോടും പ്രാർത്ഥനയോടെ നമുക്കുള്ള സ്നേഹവും കടപ്പാടും പ്രകടിപ്പിക്കുവാനും വേദനയും വിപ്രവാസവും ദാരിദ്ര്യവും അനുഭവിക്കുന്നവർക്ക് നമ്മളാൽ
നമ്മളാൽ കഴിയുന്ന സാമ്പത്തിക സഹായം നൽകുവാനുമുള്ള അവസരമാണ് മിഷൻ ഞായർ ആചരണം. COVID-19 മഹാമാരിയുടെ ഈ സാഹചര്യത്തിൽ മിഷൻ ഞായർ ആചരണം ലളിതമായി മാത്രമേ നടത്തുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. എങ്കിലും പ്രേക്ഷിത ചൈതന്യം എല്ലാവരിലും പകരുന്ന രീതിയിൽ പ്രത്യേക പ്രാർത്ഥനകളും സന്ദേശങ്ങളും സാധ്യമായ മാർഗങ്ങളിലൂടെ നൽകുന്നത് അഭികാമ്യമായിരിക്കും. കഴിഞ്ഞ വർഷം നമുക്ക് ലഭിച്ച മിഷൻ സംഭാവനകൾ പലരും സ്വമേധയാ നൽകിയതാണ്. അത് നമ്മൾ തിരുസഭയുടെ പ്രേക്ഷിത പ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്ന പൊന്തിഫിക്കൽ മിഷൻ സൊസൈറ്റിക്ക് അയച്ചു കൊടുക്കുകയുണ്ടായി. ത്യാഗപൂർണമായ മനസ്സോടെ സംഭാവനകൾ നൽകിയ നിങ്ങൾക്കെല്ലാവർക്കും ഹൃദയപൂർവ്വം ഞാൻ നന്ദി അർപ്പിക്കുന്നു. പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പായുടെ മിഷൻ ഞായർ സന്ദേശം താഴെ നൽകുന്നു. പ്രസ്തുത സന്ദേശം 2021 ഒക്ടോബർ 17 ദിവ്യബലി മധ്യേ ജനങ്ങളുമായി പങ്കുവയ്ക്കണമേ എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുന്നു. ഈ പ്രത്യേക സാഹചര്യത്തിൽ ഈ വർഷവും മിഷൻ കവറുകൾ നൽകുന്നില്ല. എന്നാൽ മിഷൻ പ്രവർത്തനങ്ങൾക്കായി സ്വമേധയാലുള്ള സംഭാവനകൾ ലഭിക്കുന്നത് ശേഖരിച്ച് 2021 ഡിസംബർ 31 മുൻപ് അതിരൂപത കച്ചേരിയിൽ ഏൽപ്പിക്കണമേ എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുന്നു എന്ന് ജോസഫ് കളത്തിപ്പറമ്പിൽ വരാപ്പുഴ അതിരൂപത മെത്രാപ്പോലീത്ത ലോകൻ മിഷൻ ഞായറിനോടനുബന്ധമായി ഫ്രാൻസിസ് പാപ്പ നൽകുന്ന സന്ദേശമാണ് തുടർന്ന് നമ്മൾ ശ്രവിക്കുന്നത്. മിഷൻ ഞായർ ഒന്നാമതായി അപ്പോസ്തലന്മാരുടെ അനുഭവമാണ്. ഓരോ വ്യക്തിയെയും വിളിക്കുകയും അയാൾ എവിടെയായാലും അയാളുമായി ഒരു സൗഹൃദ സംവാദം നടത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്ന കർത്താവിനെ വികാരാവേശത്തോടെ അന്വേഷിച്ചുകൊണ്ട് സുവിശേഷവൽക്കരണത്തിന്റെ ചരിത്രം തുടങ്ങുന്നത് അപ്പോസ്തലന്മാരാണ്. ഇക്കാര്യം ആദ്യമായി നമ്മോട് പറയുന്നതും അവർ അവിടുത്തെ സമീപിച്ച ദിവസവും സമയവും പോലും ഓർമ്മിപ്പിച്ചുകൊണ്ട് അവർ അങ്ങനെ ചെയ്യുന്നു. അപ്പോൾ ഉച്ചകഴിഞ്ഞ് ഏകദേശം 10 മണിക്കൂറായിരുന്നു. രോഗികളെ ശുശ്രൂഷിക്കുകയും പാപികളോടുകൂടി ഭക്ഷിക്കുകയും ദരിദ്രരെ തീറ്റിപ്പോറ്റുകയും ഭ്രഷ്ടരാക്കപ്പെട്ടവരെ സമീപിക്കുകയും അശുദ്ധിയുള്ളവരെ സ്പർശിക്കുകയും ആവശ്യത്തിൽപ്പെട്ടവരുമായി സ്വയം താതാത്മ്യപ്പെടുത്തുകയും സൗഭാഗ്യങ്ങളിലേക്ക് ക്ഷണിക്കുകയും പുതിയ രീതിയിലും പൂർണ്ണമായ അധികാരത്തോടും കൂടി പഠിപ്പിക്കുകയും ചെയ്ത കർത്താവുമായുള്ള സൗഹൃദ ബന്ധം മായ്ക്കാനാവാത്ത മുദ്ര പതിപ്പിക്കുന്നു. യേശുവിനോട് കൂടി വ്യത്യസ്തമായ കാര്യങ്ങളെ നാം കാണുകയും കേൾക്കുകയും തൊടുകയും ചെയ്തു. അവിടുന്ന് ഭാവി കാലങ്ങളെ ഇന്ന് ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞു. നമ്മുടെ മനുഷ്യ പ്രകൃതിയുടെ സത്താപരമായ ഒരു സവിശേഷതയെ നമ്മെ ഓർമ്മിപ്പിച്ചുകൊണ്ട് അങ്ങനെ ചെയ്തത് അതാകട്ടെ പലപ്പോഴും വിസ്മരിക്കപ്പെട്ടതാണ്. സ്നേഹത്തിൽ മാത്രം നേടുവാൻ കഴിയുന്ന പൂർണ്ണതയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ സൃഷ്ടിക്കപ്പെട്ടത്. പ്രാരംഭങ്ങൾക്ക് പ്രചോദനം നൽകുവാനും സമൂഹങ്ങളെ രൂപപ്പെടുത്തുവാനും കഴിവുള്ള വിശ്വാസത്തെ പ്രചോദിപ്പിക്കുന്ന പുതിയ കാലം സ്വന്തം ദൗർബല്യത്തെയും മറ്റുള്ളവരെയും കൈകാര്യം ചെയ്യാൻ പഠിപ്പിക്കുന്ന സ്ത്രീ പുരുഷന്മാരെ കൊണ്ടാണ് തുടങ്ങുന്നത്. അവർ സാഹോദര്യവും സാമൂഹിക സൗഹൃദവും വളർത്തുന്നവരാണ്. അപ്പോസ്തലന്മാരുടെ നടപടി പുസ്തകത്തിൽ ഇതിന്റെ എല്ലാം സജീവ സാക്ഷ്യമുണ്ട്. മിഷണറിമാരായ ശിഷ്യന്മാർ എപ്പോഴും കയ്യിൽ വെച്ചുകൊണ്ട് നടക്കുന്ന ഒരു ഗ്രന്ഥം, സുവിശേഷത്തിന്റെ സുഗന്ധം. അത് കടന്നു പോകുന്നിടത്ത് പരിശുദ്ധാത്മാവിനെ മാത്രം തരുവാൻ കഴിയുന്ന സന്തോഷത്തെ പ്രചോദിപ്പിച്ചുകൊണ്ട് എങ്ങനെ വ്യാപിച്ചു എന്നും പറയുന്ന ഗ്രന്ഥമാണ് അപ്പോസ്തലന്മാരുടെ നടപടി പുസ്തകം. ക്രിസ്തുവിനോട് ഒട്ടിച്ചേർന്നുകൊണ്ട് പരീക്ഷകളിൽ ജീവിക്കുവാൻ നമ്മെ പഠിപ്പിക്കുന്നു. നമ്മെ അനുദിനം വീണ്ടെടുക്കുന്നതും എല്ലാം അങ്ങനെ തന്നെ ഒന്നും മാറുവാൻ പോകുന്നില്ല എന്ന് പറയുന്ന ഭീരുത്വം നിറഞ്ഞ സംശയവാദത്തിൽ നമ്മെ അടച്ചിടുന്ന ഒഴിവ് കഴിവുകളിൽ നിന്ന് നമ്മെ രക്ഷിക്കുന്നതും അവിടുത്തെ വചനമാണ്. ഒരു ചോദ്യം ഞാൻ
നേരിടുന്നുണ്ട്. സുപ്രധാനമായ അനന്തര ഫലമൊന്നും കാണുവാൻ കഴിയുന്നില്ലെങ്കിൽ എൻ്റെ സുരക്ഷിതത്വവും ആശ്വാസവും സുഖങ്ങളും ഞാൻ എന്തിന് ഉപേക്ഷിക്കണം എന്നതാണ് ആ ചോദ്യം. അതിനുള്ള ഉത്തരം എപ്പോഴും ഒന്നു തന്നെ. യേശു ക്രിസ്തു പാപത്തെയും മരണത്തെയും കീഴടക്കി. അവിടുന്ന് ശക്തി പൂർണ്ണനാണ്. അവിടുന്ന് സത്യമായി ജീവിക്കുന്നു. സജീവരായി സഹോദര്യത്തോടെ ഈ പ്രത്യാശ സൂക്ഷിക്കുവാനും പങ്കുവയ്ക്കുവാനും ഇത് നമ്മോട് ആവശ്യപ്പെടുകയും ചെയ്യുന്നു. ആമേൻ. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് ഏകദൈവത്തിലുള്ള വിശ്വാസം ഒരുമിച്ച് ഏറ്റുചൊല്ലാം. ഏകദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. സ്വർഗത്തിന്റെയും ഭൂമിയുടെയും ദൃശ്യം അദൃശ്യമെല്ലാത്തിന്റെയും പ്രിയമുള്ളവരെ, നമ്മുടെ പ്രാർത്ഥനകളും യാചനകളും പിതാവായ ദൈവത്തിന്റെ സന്നിധിയിൽ ഈ നിമിഷം സമർപ്പിച്ച് നമുക്കിപ്പോൾ പ്രാർത്ഥിക്കാം.
കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, ഞങ്ങൾ സമർപ്പിച്ച പ്രാർത്ഥനകളും യാചനകളും അങ്ങേ പാദാന്തികത്തിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. ഇന്നത്തെ തിരുക്കർമ്മങ്ങൾക്ക് നേതൃത്വം വഹിക്കുന്ന സെന്റ് ജോസഫ് കുടുംബ യൂണിറ്റ് ഭാരവാഹികൾ, കുടുംബാംഗങ്ങൾ, ഇവിടെയായിരിക്കുന്ന ഓരോരുത്തർ ഈശോയുടെ സന്നിധിയിൽ എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ അർപ്പിക്കുന്ന അപ്പത്തോടും വീടിനോടും കാഴ്ചവസ്തുക്കളോടുമൊപ്പം ഞങ്ങളുടെ പ്രാർത്ഥനകളെയോ ഞങ്ങളെയും ഒന്ന് സ്വീകരിച്ച് കരുവാർന്ന് ആശീർവദിക്കണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. Thank you.
പ്രിയമുള്ളവരെ, നമ്മൾ ഒരുമിച്ച് അർപ്പിക്കുന്ന ഈ ദിവ്യബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുകയും കർത്താവേ, സ്വതന്ത്ര മനസ്സോടെ അങ്ങേ ദാനങ്ങൾ ആദരിക്കണമെന്ന് അനുഗ്രഹിക്കണമേ എന്നും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ ശുദ്ധീകരിക്കുന്ന അങ്ങേ കൃപയാൽ ഞങ്ങൾ ശുശ്രൂഷിക്കുന്ന അതേ രഹസ്യങ്ങൾ വഴി ഞങ്ങൾ നിർമ്മലരായി തീരുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളയണമേ. കർത്താവ് നിങ്ങളോട് കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവേ. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. അവിടുന്ന് തന്റെ ജനനത്താൽ പഴയ മനുഷ്യനെ നവീകരിച്ചു. സഹനത്താൽ ഞങ്ങളുടെ പാപങ്ങളെ ഉന്മൂലനം ചെയ്തു. മരണത്തിൽ നിന്നുള്ള ഉയർപ്പിനാൽ നിത്യജീവനിലേക്ക് പ്രവേശനം നൽകി. പിതാവായ അങ്ങേ പക്കലേക്ക് ആരോപണം ചെയ്തുകൊണ്ട് സ്വർഗീയ കവാടങ്ങൾ തുറന്നു നൽകി. ആകയാൽ എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും ചേർന്ന് അങ്ങയെ സ്തുതിച്ചുകൊണ്ട് ഞങ്ങളും അവിരാമം ആലപിക്കുന്നു. ഈശോ സബദീ പുത്രന്മാരോട് അരുളി ചെയ്യുന്നുണ്ട്, ഞാൻ കുടിക്കുന്ന പാനപാത്രം നിങ്ങൾക്ക് സ്വീകരിക്കുവാൻ സാധിക്കണം. ഈശോ അരുളി ചെയ്യുന്നുണ്ട്, എനിക്ക് ഒരു സ്നാനം സ്വീകരിക്കുവാനുണ്ട്. ഈശോ സൂചിപ്പിക്കുന്ന സ്നാനം, ഈശോ സൂചിപ്പിക്കുന്ന പാനപാത്രവും ഈശോയുടെ ജീവിതത്തിലെ സഹനങ്ങളാണ്, ഈശോയുടെ ജീവിതത്തിലെ പീഡാനുഭവങ്ങളാണ്. കർത്താവിനെ അനുഗമിക്കുന്നവർ സ്വന്തം കുരിശും വഹിച്ചുകൊണ്ട് ഈശോയെ അനുഗമിക്കട്ടെ എന്ന് ഈശോയോട് ചെയ്യുന്നുണ്ട്. പ്രിയമുള്ളവരെ, കർത്താവിൻ്റെ വഴിയിൽ ഏതറ്റം വരെയും സഹനങ്ങൾ സ്വീകരിക്കുവാൻ ഞാൻ സജ്ജമാണ് എന്ന് ഈശോയോട് ഏറ്റുപറഞ്ഞുകൊണ്ട് ഈശോയോട് കൂടെ ഈശോയുടെ വഴിയിൽ എന്നും നമ്മേവരെയും നടത്തണമേ എന്ന് ഈശോയോട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ,
ഉറവിടമായി സത്യമായി പരിശുദ്ധനാകുന്നു. മനുകണം പോലെ ഈ കാലിക്കകളങ്ങേ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി വരനൂടെ കർത്താവായ ക്രിസ്തുവിന്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടും ഒറ്റിക്കൊടുക്കപ്പെട്ട് സുമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ടരുൾ എല്ലാവരും ഇത് വാങ്ങി ഭക്ഷിക്കുവിൻ. ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എന്റെ പാത്രമെടുത്ത് വീണ്ടും അങ്ങേ കൃതജ്ഞത പ്രകാശിപ്പിച്ച് ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ടരുൾ എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അനേകർക്കു വേണ്ടി പാപമോചനത്തിനായി ചിന്തപ്പെടുവാനിരിക്കുന്ന രക്തത്തിന്റെ നവീനവും സനാതനവുമായ ഉടമ്പടി പാനപാത്രമാകുന്നു. ഇതു നിങ്ങൾ എന്നെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. യേശുവിൻ തിരുനിറമേ എന്നെ പ്രണമേ.
വിശ്വാസത്തെ മഹാരഹസ്യം മരണം വരിച്ചു നീ മൃത്യുവിനെ ജയിച്ചു ഉദ്ധാരം ചെയ്തു നീ ഞങ്ങൾക്കു ജീവനെ വരണേ വിമോചിതമാ മഹിമ പ്രതാപമോടെ മഹിമ പ്രതാപമോടെ ആകയാൽ കർത്താവേ അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുൻപിൽ നിൽക്കുന്നതിനോ അങ്ങേ പരിചരിക്കുന്നതിനോ അർഹരാക്കി തീർത്തതിന് നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും അംഗീകരിപ്പിക്കുന്നു. ക്രിസ്തുവിന്റെ ശരീരത്തിനും രക്തത്തിനും ചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമേ എന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പായോടും ഞങ്ങളുടെ അതിരൂപത അധ്യക്ഷനായ ജോസഫ് പിതാവിനോടും വൈദിക ഗണത്തോടും അത് സഭയങ്ങ് സ്നേഹത്തിന്റെ പൂർണ്ണതയിലെത്തിക്കണമേ. ഉയർപ്പിന്റെ പ്രത്യാശയോടെ നിദ്ര കൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും ഓർക്കുകയും അങ്ങേ മുഖത്തിന്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവമാതാവായ പരിശുദ്ധ കന്യക മറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട ഔസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങേ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടും ഞങ്ങളുടെ സ്വർഗീയ മധ്യസ്ഥനായ വിശുദ്ധ അന്തോണീസുമൊന്ന് നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങളെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ ക്രിസ്തുവിനോടുകൂടെ ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവം പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും. കർത്താവ് നമ്മെ പഠിപ്പിച്ച പ്രാർത്ഥന പ്രത്യാശയോടെ ആലപിക്കാം. എല്ലാ തിന്മകളിലും നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ഈ ദിനങ്ങളിൽ സമാധാനം നൽകി
നൽകിയണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയോ ഞങ്ങളുടെ രക്ഷകനായ യേശു ക്രിസ്തുവിന്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്തിൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാകുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാകുകയും ചെയ്യുമാറാകട്ടെ. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്ന് അങ്ങേ അപ്പോസ്തലന്മാരോട് അരുൾ ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല അങ്ങേ സഭയുടെ വിശ്വാസം ത്രികൻ വാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കഴിയണമേ. എന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളയണമേ. കർത്താവിന്റെ സമാധാനം നിങ്ങളോട് കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുകയും ദൈവത്തിൻ കുഞ്ഞാടിനാ ലോകത്തിൻ പാപങ്ങൾ നീക്കുന്നവൻ കുഞ്ഞാടിൻ ഈ വിരുന്നിൽ ക്ഷണിതാക്കളായവർ ഭാഗ്യവാന്മാർ. കർത്താവിനെ ഭവനത്തിൽ വരുവാൻ യേശു ക്രിസ്തുവിന്റെ ശരീരവും രക്തവും നമ്മേവരെയും നിത്യ ജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ.
നമ്മുടെ കോറമംഗലത്ത് ഷാജിയുടെ സുമയുടെ മകൾ ഗ്ലോറിയ ഷാജി, കോറമംഗലത്ത് മൂവാറ്റുപുഴ ഹോളി മാതിരി ഇടവക ചെറുപുള്ളി ഡേവിഡ് ഹൗളിയുടെ മകൾ ചാൾസ് ബേബി തമ്മിൽ വിവാഹം നടത്താൻ നിശ്ചയിച്ചിരിക്കുന്നു. ഇത് മൂന്നാമത്തെ അറിയിപ്പാകുന്നു. ഈ വിവാഹത്തിന് കാലികമായ എന്തെങ്കിലും തടസ്സമുണ്ടെങ്കിൽ ബഹുമാനപ്പെട്ട അച്ഛനെ അറിയിക്കുന്നതാണ്. അറിയിപ്പുകൾ. പ്രിയമുള്ളവരെ, ഇന്നത്തെ ഈ തിരുക്കർമ്മത്തിന് 29ാം ആണ്ടുവട്ടം ഈ ഞായറാഴ്ചത്തെ ഇന്നത്തെ തിരുക്കർമ്മങ്ങൾക്ക് നേതൃത്വം വഹിച്ചത് യൂണിറ്റ് നമ്പർ 6 സെന്റ് ജോസഫ് യൂണിറ്റ് ഭാരവാഹികളും അംഗങ്ങളുമാണ്. ദൈവവചന വായനയിലൂടെ, വിശ്വാസികളുടെ പ്രാർത്ഥനയിലൂടെയും കാഴ്ചവയ്പ് സമർപ്പണത്തിലൂടെയും ഭക്തി നിർഭരമായി ഈ തിരുക്കർമ്മങ്ങൾക്ക് നേതൃത്വം വഹിച്ച ഭാരവാഹികൾക്ക്, യൂണിറ്റ് അംഗങ്ങൾക്ക് കൃത്യമായി നന്ദി അർപ്പിക്കുകയാണ്. ഇന്നലെ പകൽ സമയത്ത് ദേവാലയത്തിൽ വന്നെത്തി ദേവാലയവും പരിസരവും വൃത്തിയാക്കിയത് മേരി, ഉഷ, സ്മിത എന്നിവരാണ്. സെന്റ് ജോസഫ് യൂണിറ്റ് അംഗങ്ങളായ ഇവർക്കും നന്ദി അർപ്പിക്കുകയാണ്. അൾത്താരയിലെ മനോഹരമായ പുഷ്പങ്ങൾ വാങ്ങി നൽകിയതും ഒരുക്കിയതും പതിവ് പോലെ കൂടാരപ്പള്ളി ഷൈനും കുടുംബാംഗങ്ങളുമാണ്. അവർക്കും പ്രത്യേകം നന്ദി അർപ്പിക്കുകയാണ്. അടുത്ത ഞായറാഴ്ച 6:30 തിരുക്കർമ്മങ്ങൾക്ക് നേതൃത്വം വഹിക്കേണ്ടത് യൂണിറ്റ് നമ്പർ 7 സെന്റ് സെബാസ്റ്റ്യൻ കുടുംബ യൂണിറ്റ് ഭാരവാഹികളും അംഗങ്ങളുമാണ്. കഴിഞ്ഞ ഞായറാഴ്ച 6:30 ദിവ്യബലിയിലെ സ്തോത്ര കാഴ്ച 4540 രൂപ, കാഴ്ചവയ്പ് തുക 1910 രൂപ. പ്രിയമുള്ളവരെ, 2022 ആണ്ടിലെ ഇടവക തിരുനാൾ ഏറ്റെടുത്തിരിക്കുന്നത് നമ്മുടെ ഇടവകയിൽ വളരെ സജീവമായി പ്രവർത്തിക്കുന്ന യുവജനങ്ങൾ തന്നെയാണ്. അതിന് ഭാഗമായി ഇന്ന് രാവിലെ 8:15 ദിവ്യബലിക്ക് ശേഷം തിരുനാൾ ക്രിസ്ത്യാനിമാരായിരിക്കുന്നവരുടെ ഒരു മീറ്റിംഗ് നമ്മുടെ പാതുവ സ്ക്വയർ ഹാളിൽ വെച്ച് നടത്തപ്പെടുകയാണ്. എല്ലാവരും ആ ഒരു മീറ്റിംഗിൽ പങ്കുചേർന്ന് സഹകരിക്കണമേ എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ സെമിത്തേരി നവീകരണത്തിൻ്റെ ഭാഗമായി ഇന്ന് ശ്രമദാനം ഒരുക്കിയിട്ടുണ്ട്. യൂണിറ്റ് ഭാരവാഹികളെല്ലാം വിളിച്ച് അറിയിച്ചിട്ടുണ്ട്. അതുപോലെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ മെസ്സേജ് 2 ദിവസത്തിന് മുൻപ് നൽകിയിട്ടുണ്ട്. സാധിക്കുന്നവരൊക്കെ സമയം കിട്ടുകയാണെങ്കിൽ ആ ശ്രമദാനത്തിൽ പങ്കുചേരണമേ എന്ന് അറിയിക്കുകയാണ്. രാവിലെ 8 മണി മുതൽ വൈകിട്ട് വരെ ശ്രമദാനം ഉണ്ടായിരിക്കുന്നതാണ്. ആയതുകൊണ്ട് സാധിക്കുന്നവർ വന്ന് സഹകരിക്കണമേ എന്നും അതുപോലെ ഒരുക്കുന്ന ഉച്ചഭക്ഷണത്തിലും പങ്കുചേരണമേ എന്നും ഓർമ്മിപ്പിക്കുകയാണ്. നമ്മുടെ കുട്ടികൾക്ക് ആദ്യാക്ഷരം കുറിക്കുന്നതിനുള്ള അവസരം നമ്മുടെ ദേവാലയത്തിൽ ഉണ്ടായിരിക്കുന്നതാണ്. വിശുദ്ധ ദോണിസിന്റെ നാമധേയത്തിലുള്ള നമ്മുടെ ദേവാലയത്തിൽ അന്റോണിയന്റെ തന്നെയായ ചൊവ്വാഴ്ച രാവിലെ ദിവ്യബലിക്ക് ശേഷം, ഈ വരുന്ന ചൊവ്വാഴ്ച ദിവ്യബലിക്ക് ശേഷം നൊവേനയ്ക്കും ശേഷം കുട്ടികളെ വിദ്യാരംഭം കുറിക്കുന്നതിനുള്ള സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് എന്ന് അറിയിക്കുന്നു. നവംബർ മാസം പരേതരുടെ ഓർമ്മയ്ക്കായി സഭ പ്രത്യേകം മാറ്റിവച്ചിരിക്കുന്ന ഒരു മാസമാണ്. പരേതർക്കായി പ്രത്യേകമായി നമ്മൾ കുഴിമാടങ്ങളിൽ പ്രാർത്ഥിക്കുന്നുണ്ട്. കുഴിമാടങ്ങൾ ഇല്ലാത്ത പരേതർ ആത്മാക്കൾ ഒത്തിരിയുണ്ട്. അവർക്ക് വേണ്ടി സാധാരണ ബന്ധുമിത്രാദികൾ അന്നത അർപ്പിച്ച് പ്രാർത്ഥിക്കാറുണ്ട്. പരേതർക്കായി, പൂർവികർക്കായി അന്നത സമർപ്പിച്ച് പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നവർ പ്രാർത്ഥന അർപ്പിക്കേണ്ടവരുടെ ലിസ്റ്റ് എഴുതി എൻ്റെ പക്കലോ കപ്പേരായ ജെയിംസ് ചേട്ടൻ്റെ പക്കലോ നൽകണമേ എന്ന് അറിയിക്കുന്നു.
പ്രിയമുള്ളവരെ, കഴിഞ്ഞ ആഴ്ചയിൽ നമ്മുടെ ഇടവകയിലും മറ്റുമായി കുറച്ചൊക്കെ ശ്രമദാനങ്ങൾ ദിവസങ്ങളിലൊക്കെ നടന്നു പോകുന്നുണ്ട്. വരാപ്പുഴ അതിരൂപതയുടെ ഒരു കുറച്ച് സ്ഥലം നമുക്ക് ആരക്കുന്നം എന്ന സ്ഥലത്ത് ഉണ്ട്. ഭാവിയിൽ ഈ ദേവാലയവുമായി അനുബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നടത്തപ്പെടേണ്ട ഇടമാണ്. അവിടെ പുല്ലൊക്കെ പിടിച്ച് ഒത്തിരിയേറെ കാട് പിടിച്ചൊക്കെ കിടക്കുകയായിരുന്നു. കഴിഞ്ഞ തിങ്കളാഴ്ച നമ്മുടെ കൈക്കാരനായ ജോൺ തേരുപള്ളി, ഷൈൻ കൂടാരപ്പള്ളി, ബിജു എന്നിവരുടെ നേതൃത്വത്തിൽ JCB ഉപയോഗിച്ച് അതെല്ലാം പൂർണ്ണമായി വൃത്തിയാക്കി അതിരൂപതയിൽ നിന്ന് വൈദികരൊക്കെ അവിടെ സന്ദർശിക്കുകയും ചെയ്തു. അതിനുവേണ്ടി ശ്രമം നടത്തിയ ജോൺ തേരുപള്ളി, ഷൈൻ കൂടാരപ്പള്ളി, ബിജു എന്നിവർക്ക് നന്ദി അർപ്പിക്കുകയാണ്. അതുപോലെ നമ്മുടെ സെമിട്രി നവീകരണത്തിന്റെ ഭാഗമായി സെമിട്രി കപ്പേളയുടെ തൂണുകളൊക്കെ പെയിന്റിംഗ് നടത്തിയതും മറ്റെല്ലാ പെയിന്റിംഗ് ജോലികൾക്ക് നേതൃത്വം വഹിക്കുന്നത് സിജി, വിനോദ് എന്നിവരാണ്. ഇവർക്കും നന്ദി അർപ്പിക്കുകയാണ്. സെമിട്രി നവീകരണത്തിന്റെ ഭാഗമായി ഇലക്ട്രിക്കൽ ജോലികളൊക്കെ നടത്തപ്പെടുന്നുണ്ട്. ഇതൊക്കെ വളരെ നിശബ്ദമായി നടത്തപ്പെടുന്ന ജോലികളാണ്. നമ്മുടെ അസിസ്റ്റന്റ്